friends, welcome back to our channel. ഇന്ന് നമുക്ക് ഹെൽത്ത് മിക്സ് കൊണ്ട് കുക്കീസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു കുക്കീസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ അതായത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ഈ ഇപ്പൊ ഒരു മഞ്ഞ കളർ പോലെയല്ലേ, ഇതൊക്കെ മാറി ഒരു ക്രീം കളർ, അതായത് ഒരു ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇതുപോലെ ആക്കി എടുത്തേച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഇത് നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ച് ഹെൽത്ത് മിക്സിന്റെ ആ ഒരു പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഹെൽത്ത് മിക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് അരിച്ചിടണം. ഇപ്പോൾ ഒരു അരിപ്പയിലിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അമൃതം പൊടി കൊണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഹെൽത്ത് മിക്സ് അല്ലെങ്കിൽ അമൃതം പൊടി എടുത്താലും മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കാം. എങ്കിലാണ് അത് കറക്റ്റായിട്ട് നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ പരുവത്തിൽ ആക്കി കിട്ടത്തുള്ളൂ. ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഈ ഉരുളകൾക്കൊക്കെ ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി കുക്കീസിന്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് നല്ല ഈസി ആയിട്ടുള്ള ഒരു കുക്കീസിന്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് നമ്മുടെ സാധാ മൈദ ഉപയോഗിച്ചിട്ടുള്ള കുക്കീസ്. അപ്പോൾ അത് കാണാത്തവരതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതായത് ഇപ്പൊ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിന്റെ നടുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ വെച്ചു കൊടുക്കാം. ഇത്രയായിട്ട് ഇങ്ങനെ പരത്തിയാൽ മതി. ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് ബേക്കായി വരുമ്പോൾ അതനുസരിച്ച് കുറച്ചുകൂടെ ഒന്ന് പരന്ന് വരും കേട്ടോ. ടൂട്ടി ഫ്രൂട്ടി ഒന്നും വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. പിന്നെ എന്തെങ്കിലും നമ്മൾ ഫോർക്കൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ഡിസൈനോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടൊക്കെ ഡിസൈനൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതെല്ലാം ഇതുപോലെ തന്നെ ഉണ്ട ഉരുട്ടി പരത്തിയെടുക്കാം. ഇതിങ്ങനെ വെച്ചാലും ഒരു കുഴപ്പമൊന്നുമില്ല, പ്ലെയിനായിട്ട്. അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ റോളാക്കി അതിനുശേഷം ചെറുതായിട്ടൊന്ന് പരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാനിലായിട്ട് എടുത്ത് വെക്കാം. ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലായിട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ഒരു 10 മിനിറ്റായി വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഹോള് കണ്ടോ, ഇതൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ചൂടായിട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈ ഒരു ഇത് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇതപ്പോൾ ഇത് എടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പ്രസ്സായിട്ടിരിക്കും പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കളർ ചേഞ്ച് ആകുമ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് 20 മിനിറ്റ് എടുത്തു കേട്ടോ ഇത് ബേക്കായി വരാനായിട്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ ഒന്നുകൂടെ ഒന്ന് തണുക്കണം. എന്നാലാണിത് നല്ല പോലെ എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടെ അവിടെ നിന്ന് തണുക്കട്ടെ. ഇതിൻ്റെ ആ ചൂടൊക്കെ പോയി തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ലതായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ചുണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.